വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്വ ഏഞ്ചൽ. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാലിക്കറ്റുള്ള രാജേന്ദ്ര ഹോസ്പിറ്റലിലാണ്. ഇവിടെ കാർ പാർക്കിങ്ങിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. കാർ പാർക്കിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ സംഭവമൊന്നുമില്ല, ഇൻട്രോ എടുത്തെടുത്ത് നടന്ന് ഇവിടെ എത്തിപ്പോയതാണ്. നല്ല വെയിൽ, നട്ടുച്ചയ്ക്കാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഇപ്പോൾ സമയം മോർണിംഗ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മമ്മയുടെ സിസ്റ്ററിൻ്റെ മോൾ, അതായത് എൻ്റെ സിസ്റ്റർ തന്നെ ഡെലിവറി കഴിഞ്ഞ്, ഇപ്പോൾ ട്യൂസ്ഡേ ആയിരുന്നു ഡെലിവറി കഴിഞ്ഞ്, ഇപ്പോൾ നമ്മൾ ബാക്ക് ടു ഹോമിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. സോ ഒന്നുമില്ല, എന്നൊരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അവിടുത്തെ ചെറിയ സെലിബ്രേഷനായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അറിയുന്ന പോലെ ചെറുതായിട്ടൊന്ന് റൂം ഡെക്കറേറ്റ് ചെയ്തു. സോ ആ ഒരു ഡെക്കറേഷൻ ആൻഡ് ഇന്ന് ഇഫ്താർ നമുക്ക് നോമ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ചെറിയൊരു ഇഫ്താർ പാർട്ടി, വലുതായിട്ടൊന്നുമല്ല, ഞങ്ങളുടെ ഫാമിലി അതുപോലെ അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ചെറിയൊരു ഇഫ്താർ പാർട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ടു ലെങ്തി അല്ലാത്ത ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇൻട്രോ എടുക്കാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പൊരി വെയിലത്ത് നട്ടുച്ചു. ഇപ്പോൾ സമയം 12:20 സംതിങ് ആയിട്ടുണ്ട്. ഇവിടെ വന്ന് കാർ പാർക്കിങ്ങിൽ ഒന്ന് വീഡിയോ എടുക്കുകയാണ്. സോ ബാക്കി വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. സ്റ്റിൽ ഹോസ്പിറ്റലാണ്, ഇവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്ക് ടു ഹോം പോവും. സോ സീ ദർ. നമ്മളിതാ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി പോയതായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു ആധാർ കാർഡിൻ്റെയും പിന്നെ കുറച്ച് പേപ്പേഴ്സിൻ്റെയൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട്. സോ അത് എടുക്കാനായിട്ട് ഞങ്ങൾ ഇതാ പുറത്തേക്ക് പോകണം. അങ്ങനെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് വന്നു. ഇനി 2-3 ഫോംസൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. സോ ഞാനും അജ്നി ഫോമൊക്കെ ഫില്ല് ചെയ്തു. സോ അതിൽ 2-3 ഏരിയാസിൽ അപ്പൂൻ്റെ സൈനും കൂടി നീഡാണ്. സോ ഞങ്ങളിത് ആ റൂമിലേക്ക് പോവാണ്. പേപ്പേഴ്സൊക്കെ കിട്ടിയോ? ഓക്കെ, സൈൻ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം അല്ലേ? ഓക്കെ. സോ നമ്മളിത് നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് റൂമിൽ നിന്ന് ബാഗും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് സോ നമ്മളിതാ പോവാണ്. പറഞ്ഞോ എന്തുണ്ട്? എന്തമ്മാ? ബഷീറിന്റെ ബേബി. ഒരു ഹായ് പറയുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിനോട്. താങ്ക് യു. നിങ്ങൾ ഇനി വൈറലാവും. എല്ലാ സാധനവും അത് നമ്മളതാ, അതൊക്കെ നമ്മൾ തന്നെയാ. ഞാനല്ലേ? താങ്ക് യു. ഹലോ. സോ നമ്മൾ റൂമിൽ നിന്ന് ഇതാ ബാഗ്സും സാധനങ്ങളൊക്കെ താഴോട്ടേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി കാറിൽ നമ്മളിതൊക്കെ കയറ്റി വിട്ടിട്ട് കുട്ടീനെയും ഉമ്മനെയും എല്ലാവരെയും പറഞ്ഞേക്കാൻ പോവാണ്. Are moving. ഇറങ്ങിക്കോ. Come on. Shita is here. ഉമ്മ കയറിക്കൂടി.
ഇപ്പൊ സമയം ഏകദേശം ഓക്കെ ആണോ സുനിയോ? ഓക്കെ. സോ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഒക്കെ ഓൺ ദി വേ ആണ്. ഒരു 5:30 ഒക്കെ ആകുമ്പോൾ അവരെത്തും. സോ താഴെ നമുക്ക് ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ടൈമാണ്. സോ എന്താണ് അവസ്ഥ നമുക്ക് അറിയില്ല, ഒന്ന് പോയി നോക്കാം. ആർ യു കമ്മിങ്? ഞാനല്ലേ പോകാൻ പോണേ, നിങ്ങളാണോ? സോ ലെറ്റ്സ് ഗോ. സോ നമ്മൾ പോയി നോക്കാം. പൊട്ടി തെറക്കി നോക്കണേ, മേലേക്ക് തെറക്കി ഉണ്ടെങ്കിൽ ആയത് 1 2 3 4 ഒരു പാത്രം തൊട്ടാ. ഓക്കെ, നെക്സ്റ്റ് സമൂസ, കടുക്ക പൊരിച്ചത്, ഇറച്ചി കേക്ക് അല്ലേ? ഇറച്ചി കേക്ക്. ഇത് മീൻ പത്തിരി സ്പെഷ്യൽ. ഗ്രാനി നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഹായ് പറഞ്ഞു. ചെമ്പ് പുറത്ത്. സോ ബിരിയാണി ഇത് ക്രിയേഷൻ ആണ്. അപ്പൊ ക്രിയേറ്ററെ കാണിച്ചു തരാം. ക്രിയേറ്റർ മരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ കേൾക്കുമോ? കേൾക്കണേ കട്ട് ചെയ്യാം. ഞങ്ങളുടെ ചിണ്ടുവിനെ കളിപ്പിക്കുന്ന റൈസ് എന്താ വിളിപ്പിക്കുന്നേ? മിമ്മിയോ? റിച്ചുമാമൻ റൈസ് ഏളാമ. മീനുത്തിന്റെ മോൻ എവിടെ? ചുണ്ടടാ യെസ്. അങ്ങനെ ഒരു 5-5:15 ആയ സമയത്ത് നമ്മൾ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ സെറ്റ് ചെയ്ത് തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ ഈ വ്ളോഗ് എടുത്തിട്ട് 2 വർഷമായി. ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫൈനൽ എഡിറ്റിംഗ് വർക്കും വോയിസ് ഓവറൊക്കെ നടക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ വ്ളോഗ് എടുത്തിട്ട് ഒരു 2 ഇയേഴ്സായി. ഇപ്പോഴാണ് ഇതിൻ്റെ എഡിറ്റിംഗ് വർക്കും ഫൈനൽ എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് അന്ന് എന്താണ് കൃത്യമായിട്ട് നടന്നതെന്ന് കറക്റ്റ് ഓർമ്മയില്ല, കഷ്ടിച്ച് ഓർമ്മിച്ചെടുക്കുകയാണ്. അപ്പോൾ അന്ന് ഓൾമോസ്റ്റ് നമ്മൾ നോമ്പ് തുറന്ന ടൈം ആകുമ്പോഴത്തേനും എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളിരുന്ന് കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പൂൻ്റെ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ആയിട്ട് അടിപൊളിയായിട്ട് നോമ്പ് തുറന്നത് ഓർമ്മയുണ്ട്. ആൻഡ് ചിങ്കുവിന് ഇന്നത്തേക്ക് കറക്റ്റ് 2 വയസ്സും 1 മാസമാണ് ആയിട്ടുള്ളത് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 2 ദിവസം, ജനിച്ചിട്ട് 2 ദിവസമായിരുന്നു. പക്ഷെ വീഡിയോ ഔട്ട് ചെയ്യുന്ന സമയത്ത് 2 വയസ്സും 1 മാസം ആയിട്ടുണ്ട്. ഇത് നമ്മളെ കുട്ടീസാട്ടോ, നമ്മളെ റിച്ചുവിൻ്റെ വാവാശിൻ്റെ ഒക്കെ ഫ്രണ്ട്സും അതുപോലെ നമ്മളെ നൈബേഴ്സും എൻ്റെ ട്യൂഷൻ കുട്ടികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് എസ്തെറ്റിക് ടീംസാണ് ഇവർ. നമ്മളെ വ്ളോഗിലൊന്നും നമ്മളെ ഫേസ് കാണിക്കില്ല, പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അടിപൊളി പൂക്കിയായിട്ട് നിൽക്കുന്ന 2 ടീംസാണ്. പിന്നെ നമ്മൾ കുട്ടികളെല്ലാവരും കൂടിയായിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ ബാങ്ക് കൊടുത്ത് നമ്മളിങ്ങനെ കാരക്കൊക്കെ ഫസ്റ്റ് തിന്ന് നോമ്പ് തുറക്കുകയാണ് ഗൈസ്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തത് മേലത്തെ നോമ്പ് തുറ, പക്ഷേ അവിടുത്തെ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത് നമ്മുടെ കുട്ടികളെ റാഗ് ചെയ്യുന്ന ടൈമാണ്. അവരുടെ ഫോട്ടോസും അതുപോലെ അവരെ റേസ് റാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻറ്റ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് വയറിന് കുറച്ച് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ട് നമ്മളിത് എഗെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എനിക്ക് അന്ന് തന്നെ വീട്ടിലേക്ക് പോകണമായിരുന്നു. സോ ഞാനും മമ്മിയും ഫാമിലി എല്ലാവരും കൂടി ബാക്ക് ടു ഹോം വീട്ടിലേക്ക് പോയി. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ളോഗ്. നോട്ട് ടുഡേയ്സ് 2 ഇയേഴ്സ് ബാക്ക് നടന്നൊരു വ്ളോഗാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ചിങ്കുവിൻ്റെ ബർത്ത്ഡേ അന്ന് ഔട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ എന്നെ അറിയുന്നവർക്കറിയാം ഭയങ്കര മടിയായതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി, കുറച്ച് അധികം ഡിലേ ആയിപ്പോയി. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.